മമ്പ്രതങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലായിട്ട് ട്രഡീഷണൽ അറബി മലയാള ടെക്സ്റ്റുകളെ നേരിട്ട് വായിച്ച് അത് ചർച്ച ചെയ്യുക, മനസ്സിലാക്കുക എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രധാന പദ്ധതി മുൻനിർത്തി ആദ്യത്തെ അറബി മലയാളത്തിലെ ലഭ്യമായ പ്രഥമ ഗ്രന്ഥമായ മൊഹീദ്ദീൻ മാല 4 ക്ലാസ്സുകളിലായിട്ട് നമ്മളത് പാരായണം ചെയ്തു, ചർച്ച ചെയ്തു, പഠിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നു. കേരളത്തിലെ മുസ്ലിം ഒരു ദൈക്ഷണിക മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട അതിമനോഹരമായ ഒരു രചനയായിട്ടാണ് നമുക്ക് മൊഹീദ്ദീൻ മാല ഫീൽ ചെയ്യാം. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഇപ്പം ഞാനിത് പലർക്കും ഷെയർ ചെയ്ത കൂട്ടത്തിൽ കേരള മുസ്ലിം ഹെറിറ്റേജ് എന്നൊക്കെ പറയുന്ന ഒരു പൊതു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ അഡ്മിൻ വന്നത് ഡിലീറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. നോക്കുമ്പോൾ അതിൽ ഒരു 90% കേരളത്തിലെ അറിയപ്പെട്ട സലഫി ഇൻ്റലക്ച്വൽസാണ്. അപ്പോൾ ഇത്രമാത്രം ഒരു സാഹിത്യ സൃഷ്ടി ഒരു ജനവിഭാഗത്തിൻ്റെ അവരെ നിരന്തരം എന്താ പറയുക ഇങ്ങനെ ചിന്തിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇതിലെ ആഖ്യാന രീതിയും ഇതിൻ്റെ ഉള്ളടക്കവും എത്രമാത്രം തീക്ഷ്ണമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മളും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സുകളിലേക്ക് നമ്മൾ ഓരോ ഭാഗവും എടുത്ത് നേരിട്ട് വായിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു ഗഹനത നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് ഇത് 1880കളിൽ പുറത്തു വന്ന മൊഹീദ്ദീൻ മാലയുടെ ഒരുപക്ഷെ പ്രിൻ്റ് വന്നതിന് ശേഷം ആദ്യകാലത്ത് വന്ന ഇതിനു മുമ്പ് ആദ്യകാലത്ത് വന്ന ഒരു പതിപ്പിനെ ആശ്രയിച്ചാണ്. ഇതിലെഴുതിയിട്ടുള്ളത് മൊഹീദ്ദീൻ മാല ഉണ്ടാക്കിയ കാളി മുഹമ്മദ് എന്നവരും അവരെ മകൻ കാളി മൊഹീദ്ദീൻ എന്നവരും കൂടി എഴുതിയ അസുൽ കിതാബിൻ്റെ ഓരോ 8ാം മകനായ കോഴിക്കോട് കാളി അബൂബക്കർ കുഞ്ഞി തങ്ങൾ കാട്ടിത്തന്ന പ്രകാരം എഴുതി അച്ചടിച്ചതെന്നാണ്. അപ്പോൾ കോഴിക്കോട് നമ്മൾ പോയാൽ കുറ്റിച്ചിറ പള്ളിയുടെ അടുത്ത് ഒരു ഭാഗത്ത് കാളി മുഹമ്മദിൻ്റെ ഖബർ കാണാം. നേരെ നമ്മൾ മറുഭാഗത്ത് നമ്മുടെ ഷേഖ് ജിഫ്രിയുടെ മക്ബറയുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ ആ ഭാഗത്ത് പള്ളിയുടെ മുമ്പിൽ ബാക്കിലായിട്ട് ഒരു ഖബറുണ്ട്. അത് അബൂബക്കർ കുഞ്ഞിക്കാളിയാണ്. കോഴിക്കോട് 2 കാളിമാർ സ്പ്ലിറ്റായി വരുന്നതിൽ ആദ്യത്തെ വലിയ കാളിയാണ് അബൂബക്കർ കുഞ്ഞിക്കാളി. 1880 പരിസരത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം ഷാദുലി, നമ്മൾ മൊഹീദ്ദീൻ നമ്മുടെ ഏടുകളിൽ കാണുന്ന ഷാദുലി മാല രചിച്ചത് അബൂബക്കർ കുഞ്ഞിക്കാളിയാണ്. ഈ അബൂബക്കർ കുഞ്ഞിക്കാളിയാണ് അത് നമ്മുടെ കാളി മുഹമ്മദിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. അതിൽ എട്ടാം ചെറുമകനാണ്. അപ്പം അദ്ദേഹം തൻ്റെ ഉപ്പാപ്പ എഴുതിയ ആ രചനയെ ശരിയാക്കി കൊടുത്തത് പ്രകാരമാണ് ഈ രചന വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യകാലത്തെ രചനയാണ്. ഇത് വെച്ച് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഇന്ന് പുതിയ പ്രിൻറ്റും സാധനവും വന്നു, മലയാളം സാധനം വരുമ്പോൾ പല രീതിയിൽ അതിൽ പദവ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു തനിമ കിട്ടും. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇതിൻ്റെ മുമ്പും വന്ന മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ 1860കളിലൊക്കെ വന്നിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രിൻ്റഡായിട്ട് മാനുസ്ക്രിപ്റ്റായിട്ട് വന്ന പല രചനകളിലും മൊഹീദ്ദീൻ മാലയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. മറ്റൊരു മൊഹീദ്ദീൻ മാല ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ അബൂബക്കർ കുഞ്ഞിക്കാളിയുടെ ശിഷ്യനായിരുന്ന ഉദ്റഹ്മാൻ എന്ന അടിമ മുസ്ലിയാർ, കൊച്ചിക്കാരനാണ്. നമ്മൾ മക്തിത്തങ്ങളുടെ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലായിടത്തും ഇങ്ങനെ കാണാം. പക്ഷെ അദ്ദേഹം വലിയൊരു സൂഫിയായിരുന്നു. ഷാദുലി ത്വരീഖത്തിൽ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അബൂബക്കർ കുഞ്ഞിക്കാളിയുടെ ശിഷ്യനുമാണ്. അതേസമയം ആ ഒരു ബന്ധം കൊണ്ടായിരിക്കണം അദ്ദേഹം ഇതിന് അർത്ഥങ്ങളൊക്കെ എഴുതിയിട്ട് മനോഹരമായിട്ട് എന്താ പറയുക ടിപ്പണി ചെയ്ത മൊഹീദ്ദീൻ മാലക്ക് ടിപ്പണി ചെയ്ത ഒരു രചന കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ സീരിയസ് ആയിട്ട് 1880കളുടെ ആ അവസാന കാലം മുതൽ തന്നെ അവസാന കാലങ്ങളിലൊക്കെ സ്കോളേഴ്സ് പണ്ഡിതന്മാർ എൻഗേജ് ചെയ്ത രചനയായിട്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്കതിൻ്റെ പുതിയ തലങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ദൈക്ഷണിക ചരിത്രത്തെയും പാരമ്പര്യത്തെയും സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുന്ന ഗഹനമായ രചനകൾ പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതെ വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സാഹിത്യങ്ങളെയൊക്കെ കേവലം പാട്ടുകൾ മാത്രമാക്കിയിട്ട്, പാട്ട് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാത്രം ചുരുക്കിയിട്ട് മാറ്റിവെക്കപ്പെടുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ കെ കരീമാഷും CN അഹമ്മദ് മൗലവിയൊക്കെ എഴുതിയ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ബൃഹത്തായ രചന. പക്ഷെ അങ്ങനെ ഒരു വലിയ രചന ആകുമ്പോൾ തന്നെ അതിൽ ഇത്തരത്തിലുള്ള മാപ്പിളമാരുടെ ദൈക്ഷണിക സംഭാവനകളെ ഒരു സൂഫി കണക്റ്റഡ് ആയ സംഭവങ്ങളൊക്കെ പലപ്പോഴും അതിൽ ഒരു പാട്ട് എന്നുള്ള ഒരു ഇതിലേക്ക് മാത്രം ചുരുക്കുന്നു എന്നുള്ളതാണ്. നമ്മളിന്ന് പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മളുടെ മൈൻഡ് കടന്നു പോകുന്ന വളരെ ലളിതമായ തലങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ മാപ്പിള പാരമ്പര്യം നോക്കുമ്പോൾ ആ പാട്ട് എന്നുള്ളത് അത് വലിയൊരു അർത്ഥതലങ്ങളുള്ളതാണ്. മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം പടപ്പാട്ട് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഒരു ഗവേഷണത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നത്. ശരിക്കും ഖാദി മുഹമ്മദിൻ്റെ ഈ മൊഹീദ്ദീൻ മാല 1607 ആണ് രചിക്കപ്പെടുന്നത്. 1607. അപ്പോൾ അറബി മലയാളത്തിൽ ലഭ്യമാകുന്ന പ്രഥമ രചനയായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ അവിടെ നമ്മുടെ അദ്കിയ പോലെയൊക്കെയുള്ള സൂഫി ടെക്സ്റ്റുകൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ മൊഹീദ്ദീൻ മാല പോലെയുള്ള ഒരു രചന അറബി മലയാളത്തിൽ വരുന്നത്. മറ്റത് അറബി ഭാഷയിൽ പ്രധാനമായിട്ടും വിദേശ ഓഡിയൻസും അല്ലെങ്കിൽ കുറച്ച് എലീറ്റ് ഉലമാ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ആഴത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് ആ രീതിയിൽ നമുക്ക് അദ്കിയെ കാണാൻ പറ്റും. പക്ഷെ ആ ഘട്ടത്തിൽ തന്നെ കുറേ നമുക്കറിയാം, തുഹ്ഫയിലൊക്കെ പറയുന്നത് പോലെ തുഹ്ഫത്തുൽ മുജാഹിദീനിൽ അന്ന് സാമൂതിരിയുടെ പ്രേരണാർത്ഥം ഓരോ ഫാമിലിയിൽ നിന്നും മുസ്ലിംസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ ഫാമിലിയിൽ നിന്നും മുസ്ലിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിരന്തരമായിട്ട് ഈ ലോക്കൽസ് കൺവേർട്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് എങ്ങനെ ഭക്തി നൽകാൻ പറ്റും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയുടെ ഭാഗമായിട്ടാണ് ഖാദി മുഹമ്മദ് ഇത്തരത്തിലൊരു ടെക്സ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നിരന്തരം മുസ്ലിമാകുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് അറബി ഭാഷ പഠിപ്പിക്കണം, അല്ല അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ പഠിപ്പിക്കുക എന്നുള്ളതിലപ്പുറത്ത് അവർ നിരന്തരമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ മാല എന്ന് പറയുന്ന അല്ലെ മാലൈ എന്ന് പറയുന്ന ഒരു ജോണർ, ഈ ഒരു സാധനം നേരത്തെ തന്നെ 1700, 1300, 400 കാലഘട്ടത്തിലൊക്കെ മലയാളത്തിൽ മാലയുണ്ട്. പഴയ തമിഴക പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ മാല എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സാഹിത്യ ശാഖ ഈ പഴയ തമിഴക പശ്ചാത്തലത്തിൽ മാലയുണ്ട്. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഈ സാധനം വരുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ ഈ ഇത്തരത്തിലുള്ള മാലകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മുകുന്ദമാല, തിരുവരുൾമാല പോലെയുള്ളൊക്കെ സൃഷ്ടികൾ 1300-400 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശീയമായ ദൈവസങ്കല്പങ്ങളുടെ അപദാനങ്ങളെ പാടിപ്പറയുന്ന പാട്ട് സങ്കല്പങ്ങൾ ഇവിടെയുണ്ട്. അപ്പം അത് നിരന്തരം കേട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനിടയിൽ അവർ മുസ്ലിമായിട്ട് വരുമ്പോൾ അവർ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഷാ പരിസരത്തിൽ അതേ അച്ചെടുത്തുകൊണ്ട് ഖാദി മുഹമ്മദ് അതിനൊരു ഇസ്ലാമൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ബിംബവൽക്കരണമായിട്ട് ഈ സൂഫി ഷെയ്ഖ് ജീലാനി തങ്ങളെ വെച്ചുകൊടുത്ത് വളരെ ലളിതമായി അവർക്കിടയിൽ ഒരു സൂഫി ചിന്ത കൊണ്ടുവരുന്ന ഒരു വളരെ എന്താ പറയുക ഇൻറ്റൻഷണലി ചെയ്ത, ബോധപൂർവം അദ്ദേഹം ചെയ്ത, വളരെ ചിന്തിച്ചുകൊണ്ട് ചെയ്തൊരു സൃഷ്ടിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൺവേർട്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു ആത്മീയ ചിന്ത പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്കിടയിൽ ഇവിടെ നിലനിന്ന പരിചയമുള്ള ഒരു അച്ചെടുത്തു, അതിൽ ഇസ്ലാമികമായ സിംബലുകൾ വെച്ച് കൊടുത്തു. മനോഹരമായിട്ട് ഈ ഒരു സംഭവത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഇത് അദ്ദേഹം തന്നെ നേരത്തെ തന്നെ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ഒരു പക്ഷേ ഇത് വായിക്കുന്നവരെ നിഷേധിക്കാം, അല്ലെങ്കിൽ ഇതിനെ എതിർക്കാം എന്നൊക്കെ അതിൻ്റെ വരികൾ വായിക്കുമ്പോൾ അദ്ദേഹം തന്നെ വിചാരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. ഇതിനെ വിമർശിക്കുന്നവർക്ക് ഇന്ന ഇതൊക്കെ ഉണ്ട്, എങ്കിലും നിങ്ങൾ അറിയുന്ന ആളുകളോട് പോയി ചോദിച്ചു മനസ്സിലാക്കൂ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷെ അദ്ദേഹം അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് സ്വന്തമായി കാര്യം പറയുന്നതിലപ്പുറത്ത് ഒരു റിസർച്ച് വർക്കിൻ്റെ സ്വഭാവത്തിൽ ഒരു റിപ്പോർട്ടിംഗ് ആണ് അദ്ദേഹം ഇതിൽ നടത്തുന്നത്. എന്ന് ഓവർ എന്ന് പറഞ്ഞാൽ എന്ന്
അവർ പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. നേരത്തെ ഷേഖ് ജീലാനി തങ്ങൾ സ്വന്തമായി അവർ ചൊന്ന ബെയ്ത്ത് ബഹ്ജ കിതാബ് പോലെ ഇദ്ദേഹത്തിൻ്റെ ഷേഖ് ജീലാനി തങ്ങളുടെ കീർത്തനങ്ങൾ പറയുന്ന നേരത്തെ വിരചിതമായ ടെക്സ്റ്റുകളെയും ഷേഖ് ജീലാനി തങ്ങളുടെ പാട്ടുകളെയും അത് അപ്പടി എടുത്തിട്ടാണ് അദ്ദേഹം ഇത് രചിക്കുന്നത്. സ്വന്തമായിട്ട് പറയുന്നില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ കുറച്ച് പ്രകീർത്തന ഭാഗങ്ങൾ മാത്രമാണ് സ്വന്തമായിട്ട് പറയുന്നത്. ബാക്കിയുള്ള ഒരു ദീർഘമായ ഏരിയ എന്ന് പറയുന്നത് ഒക്കെ റിപ്പോർട്ടിങ്ങാണ്. എന്നോവർ എന്ന് പറഞ്ഞാൽ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു നമ്മളിത് വളരെ ലളിതമായിട്ട് വളരെ ആഴത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷേഖ് ജീലാനി തങ്ങളുടെ കവിതകളാണെങ്കിലും മറ്റു ബഹ്ജ കിതാബുകൾ ആണെങ്കിലും ഇതിനെ ആശ്രയിച്ച മറ്റു കിതാബുകളൊക്കെ മുന്നിൽ വെച്ച് അതെല്ലാം പഠിച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ വ്യത്യസ്തമായ രചനകളെ ഉപദാനങ്ങളായി സ്വീകരിച്ച് ആശ്രയിച്ച് അത് റെഫർ ചെയ്ത് അതിലെ 2, 3, 4, 5 പേജുകൾ വിവരിക്കുന്ന ഭാഗങ്ങളെ വളരെ മനോഹരമായിട്ട് ലളിതമാക്കിയിട്ട് അരവരയിൽ കവിത എഴുതുകയാണ് ആര് ചെയ്യുക? ഖാദി മുഹമ്മദ് ചെയ്യുക. അതൊരു പക്ഷേ മറ്റു കിതാബിൽ എത്ര ഉണ്ടാവും? 4 പേജ് 3 പേജൊക്കെ ഉണ്ടാവും. ഈ ഒരു സംഭവത്തെ എന്ത് ചെയ്യും? വളരെ ചുരുക്കിയിട്ട് ഇതിലൊരു പക്ഷേ അരവരിയേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വരിയേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും അത് നമ്മൾ പാടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പറ്റൂല. അതിൻ്റെ നമ്മളുടെ ഉള്ളിൽ ഒരു പക്ഷേ സംശയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് ഇത് വായിക്കുമ്പോൾ ഇതിന് ഖാദി മുഹമ്മദ് ആശ്രയിച്ചിരുന്ന ടെക്സ്റ്റുകളെ നേരത്തെ വായിച്ചിട്ട് ഇത് വായിക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ശരിക്കും നമ്മുടെ മുസ്തഫൽ ഫൈസി ഉസ്താദ് ഈ ഒരു ഗ്രന്ഥം അത് വ്യത്യസ്ത ഓരോ വശം പറയുമ്പോഴും അതിൽ പരാമർശിക്കുന്ന സംഭവങ്ങളെ അതിൻ്റെ മൗലികമായ സോഴ്സുകളിൽ നിന്ന് ടെക്സ്റ്റുകളെ അതേപോലെ എടുത്തു കൊടുത്ത് അങ്ങനെ പോവാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഇത് നടക്കുന്നത് ഇപ്പോൾ 1607 ആ ഒരു ചിന്തകൾ സജീവമാകുന്നത് 1500 കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ഇവിടെ സ്പ്രെഡാകുന്ന അല്ലെങ്കിൽ 1200-300 കാലഘട്ടം മുതൽ മലബാറിൽ സ്പ്രെഡാകുന്ന ഖാദിരി ഷേഖ് ഈ ത്വരീഖത്തിൻ്റെ ഒരു വ്യത്യസ്ത കണക്ഷൻസ് നെറ്റ്വർക്കുകൾ, പ്രത്യേകിച്ച് കായൽപട്ടണം അല്ലെങ്കിൽ തമിഴകം ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ്റെ ആദ്യകാല ഇസ്ലാമെത്തുന്ന തീരങ്ങളിലൂടെയൊക്കെ ഈ കണക്ഷൻസ് ഇങ്ങനെ വ്യാപകമാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുരണനവും പ്രതികരണവും ഒക്കെ ആയിട്ടാണ് ഇവിടെയും ആ കാലഘട്ടത്തിൽ ഈ ഖാദി മുഹമ്മദ് ഈ ഖാദിരി ത്വരീഖത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ രചന കൊണ്ടുവരുന്നത്. മാത്രമല്ല അതിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഇവിടെ വ്യത്യസ്തമായ ത്വരീഖത്തുകൾ ഉണ്ടായിരുന്നു എന്നും അവയുടെ ഷേഖുമാരെ നിരന്തരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സാധനങ്ങൾ നമുക്കതിൽ നിന്നിങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്കിതിൻ്റെ വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവിലൂടെ വായിച്ചെടുക്കാൻ പറ്റിയൊരു ടെക്സ്റ്റാണിത്. ഇത് നമ്മളതിൻ്റെ ഒരു സൂഫി അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. നമുക്കിതിനെ ഒരു പക്ക പൊളിറ്റിക്കൽ ടെക്സ്റ്റായിട്ട് വായിക്കാൻ പറ്റും. നമുക്കിതിനെ ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫത്തുഹുൽ മുബീൻ എഴുതുന്നതും ഖാദി മുഹമ്മദാണ്. അതാണ് ആദ്യം എഴുതുന്നത്, അതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കലി ഇവിടെ എല്ലാം തകരുന്നൊരു ഘട്ടത്തിൽ അതിൽ നമ്മുടെ സാമൂതിരിയെ ബിംബവൽക്കരിച്ച് മുന്നിൽ ഒരു സെൻട്രൽ പോയിന്റാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫത്തുൽ മുബീൻ എഴുതുന്നത്. അതേ ഘട്ടത്തിൽ കുറെ കൂടി ആത്മീയമായി ശാക്തീകരിക്കപ്പെട്ടിട്ട് ഇവിടുത്തെ യുദ്ധവും പരിസരങ്ങളിലേക്കൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു ആത്മീയ പുരുഷനെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ആളുകളെ സ്കാറ്റേഡായി കിടക്കുന്ന ജനങ്ങളെ മൊത്തം ഒന്ന് സംഘടിതരാക്കി മാറ്റുന്ന ഒരു പൊളിറ്റിക്കൽ സാധനവും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇനി ഭാഷാപരമായിട്ട് നമുക്കിത് അതിമനോഹരമായിട്ട് ഇപ്പോൾ കേരളീയ ഭാഷ, മലയാള ഭാഷ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് അന്നത്തെ ഒരു കേരളീയ ഭാഷ എന്ന് പറയുന്ന ഒരു സാധനത്തെ ഒരു സംസ്കൃതമൊക്കെ വലിയ അർത്ഥത്തിൽ ഇങ്ങനെ വന്ന് ഭാഷയിൽ കയറി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു തമിഴക പശ്ചാത്തലത്തിൽ തമിഴ് സ്വാധീനവും ഇവിടുത്തെ ഭാഷാ പരിസരങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു അതിമനോഹരമായ ലളിത ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തെ തീരെ ഏശാത്ത വിധത്തിൽ ഒരു കേരളീയൻ്റെ ഭാഷയെ എന്താ പറയുക സംരക്ഷിക്കുന്ന ഒരു പണി ഇതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് വലിയ അർത്ഥത്തിൽ നമുക്ക് ഒരു ഗവേഷണത്തിന് വിധേയമാക്കാൻ പറ്റുന്ന ഒരു തലമാണ്. അപ്പോൾ ഇനി ഒരു സാംസ്കാരിക പ്രതിരോധമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും.
ഞാൻ പറഞ്ഞ വ്യത്യസ്ത തലങ്ങളിൽ നമുക്ക് തന്നെ വായിക്കാൻ പറ്റും. അഥവാ ഇവിടുത്തെ ഉന്നത വിഭാഗങ്ങൾക്കിടയിൽ മാത്രം നോളേജ് ഒതുങ്ങിക്കിടക്കുകയും താഴ്ന്ന ജാതിക്കാർക്കിടയിൽ പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റാതിരിക്കുക, ഓൾക്ക് ടെക്സ്റ്റ് വേദം വായിക്കാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഓരോ സാധാരണക്കാരനും ടെക്സ്റ്റുകൾ വായിക്കാം, നോളേജ് സ്വീകരിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെയാണ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ ആ ഒരു കോഴിക്കോട്ടെ മുക്കുവന്മാരുടെ അല്ലെങ്കിൽ അവിടത്തുള്ള സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആർക്കും മനസ്സിലാകാനും ആർക്കും പാടാനും പറ്റുന്ന വളരെ ലളിതമായ ഭാഷയിൽ നോളേജിനെ സാർവത്രികവൽക്കരിക്കുന്ന ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു അജണ്ടയും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ മാപ്പിളയുടെ ഒരു വളരെ സജീവമായിട്ട് വിവിധ തലങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്തു പോകാൻ പറ്റിയ ഒരു ടെക്സ്റ്റാണ് സത്യത്തിൽ മൊഹീദ്ദീൻ മാല എന്നുള്ളത്. പക്ഷെ ഇത്രമാത്രം സമ്പന്നമായ തലങ്ങളും ഭാഷാപരമായിട്ടും ചിന്താപരമായിട്ടും സാഹിത്യപരമായിട്ടും പ്രതിരോധപരമായിട്ടും ഒക്കെ ഉള്ളൊരു ടെക്സ്റ്റ് ശരിക്കും കേരളത്തിലെ ഇന്നോ ഈ അടുത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഏരിയകളിലും പാഠപുസ്തകങ്ങളിലും മറ്റൊക്കെ വന്നു വരുന്നത്. കേരളത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പഠിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഷാ പരിസരവും ഇദ്ദേഹത്തിൻ്റെ ഭാഷ കാളി മുഹമ്മദ് ഭാഷാ പരിസരമൊക്കെ വെച്ചുകൊണ്ട് സീരിയസ് പഠനങ്ങൾ നടക്കേണ്ടതും അവിടെ മലയാള ഭാഷയുടെ ഡെവലപ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ആഴത്തിൽ പഠനങ്ങൾ നടക്കേണ്ട സാധനമൊക്കെയാണ്. പക്ഷെ അപ്പോഴും വലിയ അർത്ഥത്തിൽ ഒരു സലഫി മൂവ്മെൻറ്റിൻ്റെ ഇടപെടലുകൾ ഇതിനെ എന്തോ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഒരു ഗ്യാപ്പ് പല രീതിയിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്.